എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ്, ബേസസ്, സോൾട്ട്, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ആസിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആസിഡുകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് പറഞ്ഞു, പിന്നെ കുറേ ആസിഡിൻ്റെ പേരുകൾ പഠിച്ചു, അതിൻ്റെ ഫോർമുലാസ് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആസിഡ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അയോൺസ് എങ്ങനെയാണ് അതിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പേജ് നമ്പർ 222 222 പേജിൽ ടേബിൾ 13.3 വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ സബ്സ്റ്റൻസസും അതിനകത്തുള്ള ആസിഡും ഏത് ആസിഡാണ് ഓരോന്നിനകത്തും അടങ്ങിയിട്ടുള്ളത് അതുവരെയായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ എ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്? സോഡ ബോട്ടിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് അവിടെ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്, അല്ലേ? നമുക്കറിയാം എങ്ങനെയാണ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അണ്ടർ ഹൈ പ്രഷർ, അല്ലേ? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സോഡ വെള്ളം നിർമ്മിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, അപ്പോൾ സോഡ വാട്ടറിലുള്ള ഗ്യാസ് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് സോഡ വാട്ടർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഡ വാട്ടറിൻ്റെ സ്വഭാവം എന്താണ്, നേച്ചർ എന്താണെന്ന് നമുക്ക് കിട്ടും. അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ പറഞ്ഞു സോഡ വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾക്ക് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സോഡ വാട്ടറിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, അല്ലേ? സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് CO2ഉം വാട്ടർ H2Oയും കൂടിയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ CO2 + H2O അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. CO2 + H2O ഗീവ്സ് H2CO3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. H2CO3 എന്ന് പറയുന്നത് ഏത് ആസിഡാണ്? ആസിഡിൻ്റെ നെയിം എന്താണ്? H2CO3 കാർബോണിക് ആസിഡാണ് H2CO3. അപ്പോൾ സോഡ വാട്ടറിലുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡാണ്. അപ്പോൾ സോഡ വാട്ടർ അസിഡിക് നേച്ചറാണ് നമുക്ക് കിട്ടി. അസിഡിക് നേച്ചർ ആകുമ്പം അത് ലിറ്റ്മസ് പേപ്പറിൽ ലിറ്റ്മസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എന്ത് കളർ ചേഞ്ച് ആയിരിക്കും തരുന്നത്? അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കി മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് CO2 എ നോൺ മെറ്റൽ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ് H2CO3. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ഓക്സൈഡാണ്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് കാർബോണിക് ആസിഡ്. അപ്പോൾ സോഡ വാട്ടറിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബോണിക് ആസിഡാണ്. സോഡ വാട്ടറിൻ്റെ നേച്ചർ എന്താണ്? അസിഡിക് ആണ്. അപ്പോൾ അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറിനെ അത് ചേഞ്ച് ചെയ്യുന്നുമില്ല. Complete the chemical equation for the reaction of sulfur dioxide gas in water to form acid. നമ്മൾ മുൻപ് കണ്ടത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് CO2ഉം വാട്ടറും തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് കാർബോണിക് ആസിഡാണ് H2CO3. ഇനിയും അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? റിയാക്ഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് SO2. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആസിഡ് കിട്ടും. ആ ആസിഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ? സൾഫ്യൂറസ് ആസിഡ് H2SO3. അപ്പോൾ ആ ഡാഷിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ആ 2 ഡാഷിൽ അവിടുത്തെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൾഫർ ഡയോക്സൈഡ് SO2 ഫസ്റ്റ് എഴുതുക. സെക്കൻഡ് ഡാഷിൽ എന്താണ്? വാട്ടർ H2 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആസിഡായിരുന്നു കാർബോണിക് ആസിഡ് H2CO3. അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സൾഫ്യൂറസ് ആസിഡായിരുന്നു H2SO3. യു നോ ദാറ്റ് നോൺ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. അപ്പോൾ നമുക്കറിയാം നോൺ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഓക്സൈഡ്സ് കിട്ടും. നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് കിട്ടും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ആണ് കിട്ടുന്നത്. അതിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചതായിരുന്നു.
കഴിഞ്ഞ ചാപ്റ്ററിൽ. മെറ്റാലിക് ഓക്സൈഡ്സ് ആണെങ്കിൽ ബേസിക് നേച്ചറാണ്, നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് ആണെങ്കിൽ അസിഡിക് നേച്ചറാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സം നോൺ മെറ്റൽസ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻ്റ് ഓക്സൈഡ്സ് ആർ ഗിവൻ ഇൻ ദ ടേബിൾ ബിലോ. അപ്പം താഴെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് നോൺ മെറ്റൽസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സൈഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ നോൺ മെറ്റലിനാണെങ്കിലും നമ്പർ ഓഫ് ഓക്സൈഡ്സ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? കാർബൺ. കാർബൺ എന്ന് പറയുന്ന നോൺ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഓക്സൈഡ്, പ്രധാനപ്പെട്ട ഓക്സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബണിൻ്റെ മെയിൻ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് CO2. നെക്സ്റ്റ് നൈട്രജൻ. നൈട്രജൻ്റെത് നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2. നൈട്രജൻ്റെ മെയിൻ ഓക്സൈഡ്സ് ആണ്. നൈട്രജന് ഒരുപാട് ഓക്സൈഡ്സ് ഉണ്ട്. നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ മോണോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓക്സൈഡ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സൈഡാണ് നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2. ഇനി ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് പെൻഡ് ഓക്സൈഡാണ്. P2O5 ആണ്. ഇവിടെ 5 ഓക്സിജൻ ആറ്റംസും ഉണ്ട്, അതുപോലെ 2 ഫോസ്ഫറസ് ആറ്റവും ഉണ്ട്. അപ്പോൾ ഫോസ്ഫറസ് പെൻഡ് ഓക്സൈഡ് P2O5. ഇനി സൾഫർ എന്ന് പറയുന്ന നോൺ മെറ്റൽ, അതിൻ്റെ ഓക്സൈഡ് സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുമ്പം 3 ഓക്സിജൻ വരുന്നുണ്ട്, ട്രൈ SO3. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നതും സൾഫറിൻ്റെ ഓക്സൈഡാണ്, എന്നാൽ മെയിൻ ഓക്സൈഡായിട്ട് നമ്മൾ പഠിക്കുന്നത് സൾഫർ ട്രയോക്സൈഡാണ്, SO3. അപ്പോൾ നോൺ മെറ്റൽസും അതിൻ്റെ ഓക്സൈഡ്, മെയിൻ ഓക്സൈഡ്സും ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം, എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ നെയിം ഓഫ് ദ ആസിഡ്സ് ഫോംഡ് വെൻ ദ ഓക്സൈഡ്സ് ഗിവൻ ഇൻ ദ ടേബിൾ റിയാക്ട് വിത്ത് വാട്ടർ. ഫസ്റ്റ് കോളത്തിൽ മെയിൻ ഓക്സൈഡ് ഓഫ് ദി എലമെൻറ്റ്. അപ്പം 3 എലമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ്, സൾഫർ. അതിൻ്റെ ഓക്സൈഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സൈഡ്. നൈട്രജൻ്റെ ഇമ്പോർട്ടൻ്റ് ഓക്സൈഡ് ആയിട്ടുള്ള നൈട്രജൻ ഡയോക്സൈഡ് NO2, അതുപോലെ ഫോസ്ഫറസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഓക്സൈഡ് ആയിട്ടുള്ള ഫോസ്ഫറസ് പെൻഡ് ഓക്സൈഡ് P2O5, അതുപോലെ സൾഫറിൻ്റെ ഇമ്പോർട്ടൻ്റ് ഓക്സൈഡ് ആയിട്ടുള്ള SO3 സൾഫർ ട്രൈ ഓക്സൈഡ്. അത് 3 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആസിഡിൻ്റെ നെയിമും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതണം, ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ആസിഡ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് വാട്ടർ. സെക്കൻഡ് കോളത്തിലാണ് അതിൻ്റെ പേര്, ദ കെമിക്കൽ നെയിം ഓഫ് ദ ആസിഡ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് വാട്ടർ. അപ്പോൾ ഫസ്റ്റ് ആരാണ്? നൈട്രജൻ ഡയോക്സൈഡ് NO2 റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ആസിഡാണ് കിട്ടുന്നത്? NO2 പ്ലസ് വാട്ടർ ഗിവ്സ് HNO3, നൈട്രിക് ആസിഡ്. നെക്സ്റ്റ് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. ആ ആസിഡിൻ്റെ ഫോർമുല അതാണ് ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്, H3PO4. ആസിഡിൻ്റെ നെയിം ഫോസ്ഫോറിക് ആസിഡ്. ഇനി നെക്സ്റ്റ് SO3 സൾഫർ ട്രൈ ഓക്സൈഡാണ് കൊടുത്തിട്ടുള്ളത്. സൾഫർ ട്രൈ ഓക്സൈഡിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ആസിഡ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഫോർമുല എങ്ങനെയാണ് വരുന്നത്? H2SO4. അപ്പം SO3യുടെ കേസിൽ ഫസ്റ്റ് കോളത്തിൽ H2SO4 എന്നാണ് കെമിക്കൽ ഫോർമുല ആസിഡിൻ്റെ എഴുതേണ്ടത്. അതുപോലെ കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡാണ്. നമ്മൾ SO2ൻ്റെ പഠിച്ചതാണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ആണെങ്കിൽ സൾഫ്യൂറസ് ആസിഡ് ആയിരുന്നു തരുന്നത് അല്ലേ. SO2 പ്ലസ് H2O ഗീവ്സ് H2SO3 സൾഫ്യൂറസ് ആസിഡ് ആയിരുന്നു തരുന്നത്. നെക്സ്റ്റ് പേജിലായിട്ട് ഈ മൂന്ന് റിയാക്ഷൻസിൻ്റെയും കെമിക്കൽ ഇക്വേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ദി സബ്സ്റ്റൻസസ് ഫോംഡ് വെൻ നോൺ മെറ്റൽ ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് വാട്ടർ ജനറലി ഷോ അസിഡിക് പ്രോപ്പർട്ടീസ്. അതായത് അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് എന്ത് സ്വഭാവമായിരിക്കും എന്നാണ് പറയുന്നത്? ആസിഡിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആസിഡ്സിനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ബേസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആസിഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ബേസസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബേസസ് എന്ന് ഇനി നമുക്ക് നോക്കാം. Bases. You have studied the general properties of bases in previous classes, right? അതായത് നമ്മൾ
മുൻ ക്ലാസ്സുകളിൽ ബേസിസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്താണ് ബേസിസ് എന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്? ലിസ്റ്റ് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ് എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതായത് ചുവന്ന ലിറ്റ്മസിനെ നീല നിറത്തിലാക്കി മാറ്റാനുള്ള കഴിവാണ് ആർക്കുള്ളത്? ബേസിനുള്ളത്. ആസിഡ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരുന്നു. എന്താ ചെയ്യുന്നത്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുമായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ബേസ് എന്താ ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂ കളറിലാക്കി മാറ്റുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ടേസ്റ്റിൻ്റെ കാര്യം എടുക്കാം നമുക്ക്. ആസിഡ്സിൻ്റെ കേസിൽ ടേസ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സോർ ടേസ്റ്റ്, പുളി രുചിയുണ്ടെന്നാണ് പഠിച്ചത്. ഇനി ബേസസിൻ്റെ കേസിൽ എന്താണ് ബേസസിൻ്റെ ടേസ്റ്റ് വരുന്നത്? എന്തായിരിക്കും? ബിറ്റർ ടേസ്റ്റ്, കയ്പ്പ് രുചിയാണ് ബേസിനുള്ളത്. പിന്നെ ബേസസ് നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലിപ്പറി ഫീൽ ആയിരിക്കും. ഒരു വഴുവഴുപ്പുള്ള ആൾക്കാരാണ് ബേസസ് എന്ന് പറയുന്നത്. സ്ലിപ്പറി ഫീൽ ടു ടച്ച്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് പി എച്ചിൻ്റെ കാര്യം. ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും കേസിൽ പറയാം. പി എച്ച്, ബേസസിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 7 കൂടുതലായിരിക്കും. എന്നാൽ ആസിഡ്സിൻ്റെ കേസിലോ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ലോവർ ദാൻ 7 ആണ്. അപ്പോൾ ബേസസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ബേസസ് ബിറ്റർ ടേസ്റ്റ് ആണ്, അതുപോലെ സ്ലിപ്പറി ഫീലാണ്, അതുപോലെ ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, അതുപോലെ പി എച്ച് എന്ന് പറയുന്നത് ആൾവേസ് ഗ്രേറ്റർ ദാൻ 7. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആക്ടിവിറ്റി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ആക്ടിവിറ്റി തന്നെയാണ്. അതിൽ മോളിക്യൂൾസ് എന്നുള്ള പോർഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. നോക്കാം. ബേൺ എ വെൽ സ്ക്രബ്ഡ് ആൻഡ് ക്ലീൻഡ് മഗ്നീഷ്യം റിബൺ. നല്ലതായിട്ട് വൃത്തിയാക്കിയ ഒരു മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുക? കത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. വാട്ട് വിൽ ബി ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻ. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് പൗഡർ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന സമയത്ത്, മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പൗഡർ, ഒരു വെള്ള കളറിൽ എന്തോ കിട്ടും, ഒരു പൊടി കിട്ടുന്നുണ്ട്. ആ പൊടി എന്താണ്? മഗ്നീഷ്യവും ഓക്സിജനും കൂടെ കത്തുന്ന സമയത്ത് എന്താ? ഓക്സിജനുമായിട്ടാണ് മഗ്നീഷ്യം റിയാക്ട് ചെയ്യുന്നത്. മഗ്നീഷ്യം ഓക്സിജനോട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രോഡക്റ്റ് ആണ് ആ വൈറ്റ് പൗഡർ. ആ പ്രോഡക്റ്റ് ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. ടേക്ക് ദിസ് പ്രോഡക്റ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ. എന്നിട്ട് നമ്മൾ ഈ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് നമുക്ക് കിട്ടിയ ഉൽപ്പന്നം അല്ലേ? അതിനെ വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിനകത്തേക്ക് ഒരു 2-3 തുള്ളി വെള്ളം ആഡ് ചെയ്യണം. ഫൈൻഡ് ദ നേച്ചർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം ഓക്സൈഡ് MgO പ്ലസ് വാട്ടർ H2O ഗീവ്സ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? MgOH ട്വൈസ്. 2 OH ഉണ്ടല്ലേ? അപ്പോൾ MgO പ്ലസ് H2O ഗീവ്സ് MgOH ട്വൈസ്. അപ്പം അതിൻ്റെ നേച്ചർ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? ബേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ബേസസ് ആകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂ കളറാക്കി മാറ്റുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നൗ ലെറ്റ്സ് ഡു അനദർ ആക്ടിവിറ്റി. നോക്കിക്കേ. ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്യുക്ക് ലൈം ഓർ കാൽസ്യം ഓക്സൈഡ് ടു ദ വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് സ്റ്റിർ. അതായത് ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ക്യുക്ക് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആഡ് ചെയ്യുക. ടേക്ക് എ ലിറ്റിൽ ക്ലിയർ സൊല്യൂഷൻ ഫ്രം ദ ബീക്കർ ഇൻ ടു എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് അതിനകത്തിൽ നിന്നും ബീക്കറിൽ നിന്ന് കുറച്ച് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുക. ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ടു ഇറ്റ്. എന്നിട്ട് ഒരു ഡ്രോപ്പ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ അതിലേക്ക് ചേർക്കുക. അപ്പം വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ നിരീക്ഷിക്കാൻ കഴിയുന്നത്? അവിടെ എന്ത് കളർ ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. ഒരു ബീക്കർ എടുത്തു, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ക്യുക്ക് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നുള്ള ക്ലിയർ സൊല്യൂഷൻ കുറച്ചെടുത്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി കുറച്ച്. എന്നിട്ട് അതിലേക്ക് റെഡ് ലിറ്റ്മസ് സൊല്യൂഷനാണ് ചേർത്തത്. അപ്പോൾ എന്ത് കളർ ചേഞ്ച് ആണ് ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പം ക്യുക്ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ടാണ് അവിടെ റിയാക്ഷൻ നടന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ കളർ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, റെഡ് ലിറ്റ്മസ് ബ്ലൂ കളറായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, അതിൻ്റെ നേച്ചർ എങ്ങനെ അപ്പം വിശദീകരിക്കാൻ പറ്റും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്ന ആൾക്കാരാരാണ്? ബേസസ് ആണ്. വാട്ട് ഡസ് ദിസ് ലിറ്റ്മസ് ടെസ്റ്റ് ഷോസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദിസ് സബ്സ്റ്റൻസ്? അപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നേച്ചർ എന്താണെന്നാണ് കിട്ടിയത്? എന്താണ്? ബേസിക് നേച്ചർ ആണെന്ന് കിട്ടി. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ കാൽസ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ? കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത സബ്സ്റ്റൻസിന് പേര് കാണുമല്ലോ. എന്ത് സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്തത്? CaO, കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്തുണ്ടായ സബ്സ്റ്റൻസ് ഏതാണ്? CaOH ട്വൈസ്. CaOH ട്വൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം നമുക്ക് കിട്ടിയ ആളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മൾ 2 എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടിയത് ഫൈനൽ പ്രോഡക്റ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡും ആണ്. അപ്പോൾ 2 ആക്ടിവിറ്റീസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. CaO കാൽസ്യം ഓക്സൈഡ് ആൻഡ് MgO മഗ്നീഷ്യം ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ്സ് ഓർ നോൺ മെറ്റൽ ഓക്സൈഡ്സ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും ലോഹ ഓക്സൈഡ് ആണോ അലോഹ ഓക്സൈഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കാൽസ്യം മഗ്നീഷ്യം ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ്? മെറ്റൽ ഓക്സൈഡ്സ് ആണ്. കാൽസ്യം ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും ഒക്കെ മെറ്റൽ ഓക്സൈഡ്സ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ജനറലി ഷോ ബേസിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് എന്ത് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്? ബേസിക് പ്രോപ്പർട്ടീസ്. ആൽക്കലീസ് ആർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ആൽക്കലീസ് എന്ന് പറയുന്നത് ബേസസ് ആണ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് അത്? ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ഏത് പ്രോപ്പർട്ടി കാണിക്കുന്നു? ബേസിക് പ്രോപ്പർട്ടീസ്. ഇനി ആൽക്കലീസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്, സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൽക്കലീസ് എന്ന് പറയുന്നത് ബേസസ് ആണ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെ നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഒബ്സർവ് ദ chemical equation of the reaction that occurs when sodium hydroxide dissolves in water. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ NaOH ഗീവ്സ് Na++OH-. സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് വിഘടിച്ചിട്ട് 2 അയോൺസ് ആയിട്ട് മാറുവാണ്. ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള 2 അയോൺസ് ആയിട്ട് മാറുന്നു. ഒന്ന് Na+, പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും നെഗറ്റീവ് ചാർജുള്ള ഹൈഡ്രോക്സൈഡ് അയോണുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. OH- ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി നോക്കിക്കേ. കംപ്ലീറ്റ് ദ അയണൈസേഷൻ ഇക്വേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഓപ്പോസിറ്റ് ചാർജുള്ള 2 അയോൺസ് ഫോം ചെയ്യും. ഒന്ന് പോസിറ്റീവ് ചാർജാണ്, മറ്റേത് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒന്ന് Ca2+ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള മറ്റേ ആൾ ആരായിരിക്കും? ഓഫ് കോഴ്സ് ആരാണ്? OH- ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്? അവിടെ 2 OH ഉണ്ടല്ലേ. കാൽസ്യം ഹൈഡ്രോക്സൈഡിൽ 2 OH ആണ്. OH ട്വൈസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ 2 OH- ആണ് വരേണ്ടത്. അപ്പോൾ CaOH ട്വൈസ് ഗിവ്സ് Ca2+ + 2 OH-. വാട്ട് ഈസ് ദ കോമൺ അയോൺ ലിബറേറ്റഡ് വെൻ ആൽക്കലീസ് ഡിസോൾവ് ഇൻ വാട്ടർ? അപ്പം ആൽക്കലീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല നമുക്കറിയാം NaOH. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല നമുക്കറിയാം CaOH ട്വൈസ് ആണ്. അവിടെ 2 OH ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ആൽക്കലീസ് ആയിട്ടുള്ള ഈ 2 ആൾക്കാരും അതുപോലെയുള്ള ആൽക്കലീസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ജലത്തിൽ ലയിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് 2 അയോൺസ്, കോമൺ ആയിട്ട് ഒരു അയോൺ ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ 2 ഇക്വേഷനിലും കാണാം. 2 ഇക്വേഷനിലും പൊതുവായിട്ട് കാണപ്പെടുന്ന അയോൺ ഏതാണ്? യെസ്, ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. OH- 2 ഇക്വേഷനിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാം അല്ലേ. അതാണ് ഹൈഡ്രോക്സൈഡ് അയോൺ. ഓക്കെ. Alkalis are substances that can increase the concentration of hydroxide ions in aqueous solution. ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലീയ ലായനികളിൽ
ഹൈഡ്രോക്സൈഡ് അയോൺസിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് വിളിക്കുന്നത്. ആൽക്കലീസ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ആർ ആൽക്കലീസ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതാം? ആൽക്കലീസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതായത് ഒരു ലായനിയിൽ ലയിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജലത്തിലാണെങ്കിലും ആൽക്കലിയിൽ നമ്മൾ ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ ലായനിയിലെ OH- അയോൺസിൻ്റെ അളവ് കൂടുന്നു. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ്. അപ്പോൾ എളുപ്പമല്ലേ ഇത്? അപ്പോൾ ആസിഡുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്കിത് പഠിക്കാവുന്നതാണ്. നമ്മൾ ആസിഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ആസിഡ്സ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതായത് അക്വസ് സൊല്യൂഷൻ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു ആസിഡുകൾ, അല്ലേ? എന്നാൽ ആൽക്കലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ അയോണിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ഹൈഡ്രോക്സൈഡ് അയോൺ OH- അയോൺ എന്ന് പറഞ്ഞാൽ മതി. അപ്പം OH- അയോണിൻ്റെ ഗാഢത കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാണ് ആൽക്കലീസ്. നമ്മൾ ആസിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ആസിഡ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ അയോൺസിൻ്റെ പ്രസൻസ് ആണ്. ഈ ഹൈഡ്രജൻ അയോണുകളുടെ സാന്നിധ്യമായിരുന്നു H+ അയോൺസിൻ്റെ. അപ്പോൾ ആൽക്കലികളുടെ കേസിലെടുത്ത ആൽക്കലീസിൻ്റെ പ്രോപ്പർട്ടീസിന് കാരണം ആരായിരിക്കും? ഈ പ്രസൻസ് ഓഫ് OH- അയോൺസ്. OH- അയോൺ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ സാന്നിധ്യമായിരിക്കും ആൽക്കലികളുടെ സവിശേഷതകൾക്ക് കാരണം. ഓക്കെ, അപ്പോൾ ആൽക്കലീസ് എന്താണ്, ആസിഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ കുറേ ആൽക്കലീസിൻ്റെ കോമൺ നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കെമിക്കൽ നെയിംസ് ഉണ്ട്, കെമിക്കൽ ഫോർമുലാസ് ഉണ്ട്. 1 മാർക്കിനൊക്കെ ഷുവറായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. എന്താണ്? NaOH. ഓക്കെ, അപ്പോൾ കോസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. അടുത്തതാണ് മിൽക്ക് ഓഫ് ലൈം. മിൽക്ക് ഓഫ് ലൈമിൻ്റെ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. മിൽക്ക് ഓഫ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH ട്വൈസ്. അതാണ് അതിൻ്റെ ഫോർമുല. കെമിക്കൽ ഫോർമുല എന്താണ്? CaOH ട്വൈസ്. അടുത്തത് കോസ്റ്റിക് പൊട്ടാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്ന ആൽക്കലിയുടെ കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല KOH. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ അല്ലേ K? Kയും ഒരു OHും കൂടി ചേരുന്നതാണ് KOH ആണ് കോസ്റ്റിക് പൊട്ടാഷിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ ചാപ്റ്ററിൽ ബേസസ് എന്ന് പറയുന്ന പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആസിഡ്സ് എന്താണെന്ന് പഠിച്ചു, ബേസസ് എന്താണെന്ന് പഠിച്ചു, അവരുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു, പിന്നെ അവരുടെ ഡെഫിനിഷൻ പഠിച്ചു, കുറേ എക്സാമ്പിൾസ്, കോമൺ നെയിംസ്, കെമിക്കൽ നെയിംസ്, അതിൻ്റെ ഫോർമുലാസ് പഠിച്ചു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡിൻ്റെ ആയാലും ആൽക്കലിയുടെ ആയാലും ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് അതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്ന അയോൺസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.